പ്രാണനിൽ ഭാഗം 5. ഫോൺ എടുത്തപ്പോൾ തന്നെ പാറു കാണുന്നത് എങ്ങോട്ടോ നോക്കിയിരിക്കുന്ന വ്യാസിനെയും അവൻ്റെ മടിയിൽ കുളിച്ച് സുന്ദരിയായി നല്ല ഡ്രസ്സണിഞ്ഞ് ചിരിച്ചു കൊണ്ടിരിക്കുന്ന മീനൂട്ടിയെയുമാണ്. വ്യാസ് കാണുമല്ലോ എന്ന ഓർമ്മയിൽ അവൾക്ക് ചെറിയൊരു ചമ്മലുണ്ടെങ്കിലും അത് മാറാൻ മീനൂട്ടിയുടെ ഒരു പാൽപുഞ്ചിരി മതിയായിരുന്നു. അമ്മേ, അമ്മ എന്താ മോളെ അടുത്ത് വരാത്തേ? പാറുവിനെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചോദ്യം അതായിരുന്നു. അത് കേട്ടപ്പോൾ പാറു വാത്സല്യത്തോടെ മോളെ നോക്കി. അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും ട്ടോ. അതുവരെ എൻ്റെ മോൾ അവിടെ നല്ല കുട്ടിയായിരിക്കണേ. കൊഞ്ചലോടെയുള്ള പാറുവിൻ്റെ സ്വരം കേട്ടപ്പോൾ വ്യാസിൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവൻ മുഖം ചരിച്ച് പാറുവിനെ നോക്കി. ഒരു വെള്ള കളറിലുള്ള ചുരിദാറാണ് വേഷം. അതിലവളെ ഒരു മാലാഖയെ പോലെ തോന്നിച്ചു. നെറ്റിയിൽ ഭസ്മക്കുറിയും ഇളം റോസ് നിറത്തിലുള്ള അധരങ്ങളിൽ കുഞ്ഞു പുഞ്ചിരിയുമായി കൺമഷിയുടെ അകമ്പടിയില്ലാതെ തെളിഞ്ഞ വിടർന്ന കണ്ണുകളോടെ ഫോണിൽ നോക്കിയിരിക്കുന്നവളെ കാണവേ ഒരു വേള മീനൂട്ടിയേക്കാളും ചെറിയൊരു കുഞ്ഞിനെ പോലെ വ്യാസിന് തോന്നി. എന്നാൽ അവൻ നോക്കുന്നതൊന്നും അറിയാതെ മീനുമോളോട് നല്ല സംസാരത്തിലാണ് പാറു. അമ്മേ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ വേഗം വരണേ. ആട കണ്ണ, അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞ് ഓടി മോൾക്കരികിലെത്തും ട്ടോ. മീനൂട്ടി കണ്ണും വിടർത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ അതുപോലെ കാണിച്ചുകൊണ്ട് പാറുവും പറഞ്ഞു. അമ്മയുടെ മോൾ പാപ്പു കഴിച്ചോടാ? പാറു മോളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഓ പിന്നെ, ഭക്ഷണം കഴിക്കാതെ അവൾ നിന്നെയും കാത്തു നിൽക്കുവല്ലേ. മീനൂട്ടി ഉത്തരം പറയുന്നതിന് മുമ്പേ വ്യാസ് കുറുമ്പോടെ പറയുന്നത് കേട്ട് പാറു അവനെ കൂർപ്പിച്ചു നോക്കി. അപ്പോൾ അവളുടെ ആ നിൽപ്പ് കണ്ട് എന്തോ ഒരു കുസൃതിയാൽ വ്യാസ് അത് അപ്പോൾ തന്നെ ഫോണിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. ഞാൻ മോളോടാണ് ചോദിച്ചത്, അല്ലാതെ നിങ്ങളോടല്ല. വീർത്തു വന്ന കവളോടുകൂടി പാറു പറയുന്നത് കേട്ടപ്പോൾ വ്യാസിൻ്റെ ചിരി കൂടി. നീ എൻ്റെ മോളോടൊന്നും ചോദിക്കണ്ട. അവളെ ദേഷ്യം പിടിപ്പിക്കാനെന്നോണം അവൻ പറഞ്ഞു. ഓഹോ, അതിന് ഇവളിനി നിങ്ങളുടെ മോളല്ല, എൻ്റെയും കൂടെയാണ് അല്ലേടെ കണ്ണാ? മോൾ പറ, മോൾക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? വ്യാസിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ് ഒടുക്കം നഖം കടിച്ചുകൊണ്ടവൾ മോളെ നോക്കി ചോദിച്ചു. മീനൂട്ടി എന്ത് പറയുമെന്നോർത്താണ് ആ നിൽപ്പെന്ന് വ്യാസിന് മനസ്സിലായിരുന്നു. എന്നാൽ മീനൂട്ടിയാണേൽ എന്ത് പറയുമെന്നോർത്ത് രണ്ടാളെയും മാറി മാറി നോക്കുകയാണ്. ഒടുക്കം കള്ളച്ചിരിയോടെ പറഞ്ഞു. എനിക്ക് അത്തയെയും അമ്മയെയും ദന്താളെയും വേണം. മോളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ വ്യാസിൻ്റെയും പാറുവിൻ്റെയും ചുണ്ടിൽ ചെറുചിരി വിടർന്നു. പിന്നെയും കുറച്ചു നേരം അവർ സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് പാറുവിൻ്റെ ദേഷ്യം കാണാനും വ്യാസും കൂടെ കൂടിയിരുന്നു. ഒടുക്കം സംസാരത്തിനൊടുവിൽ മീനൂട്ടി വ്യാസിൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ അവൻ പാറുവിനോട് ബൈ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അവൻ ഫോൺ വെച്ച് പോയപ്പോൾ പാറു നിറഞ്ഞ ചിരിയോടെ വാൾപേപ്പറിൽ കാണുന്ന മീനുമോളുടെ ഫോട്ടോയിൽ അമർത്തി ചുംബിച്ചു. എൻ്റെ ഈശ്വര, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. മീനുമോളുടെ അമ്മയായി അവിടെ പോകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഈ ജീവിതത്തിൽ സന്തോഷങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് കരുതിയതാ ഞാൻ. പക്ഷെ മീനുമോൾ, പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ നിധിയാണ് അവൾ. അതുപോലെ എൻ്റെ മനസ്സിലുള്ളതുപോലെ അവളുടെ അച്ഛനും ഫ്രണ്ട്സായി ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുവാ ഭഗവാനെ. അങ്ങ് എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം തട്ടിയെടുത്തിട്ടേ ഉള്ളൂ. ഇവരെ എനിക്ക് വേണം, എൻ്റെ മരണം വരെ. ആർക്കും ഒരാപത്തും വരുത്തല്ലേ. മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചു കൊണ്ടവൾ എഴുന്നേറ്റ് അച്ഛൻ്റെ അരികിൽ ചെന്നു. ആ സമയം അത്രയും നേരം മറഞ്ഞു നിന്നിരുന്ന സൂര്യ വേഗം തന്നെ പാറുവിൻ്റെ മുറിയിൽ കയറി അവളുടെ ഫോൺ എടുത്തു. ലോക്കൊന്നുമില്ലാത്തതിനാൽ അവൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കിയ ശേഷം വേഗം തന്നെ വ്യാസിൻ്റെ നമ്പർ അവളുടെ ഫോണിലാക്കിക്കൊണ്ട് അവിടെ നിന്നും തൻ്റെ മുറിയിലേക്ക് പോയി. ഇതേ സമയം ഉറങ്ങിക്കിടക്കുന്ന മീനുമോൾക്കരികിൽ വെറുതെ കിടക്കുകയായിരുന്നു വ്യാസ്. എന്തുകൊണ്ടോ കാരണമറിയാത്തൊരു സന്തോഷം വന്നവനെ പൊതിയുന്നുണ്ടായിരുന്നു. അങ്ങനെ കിടക്കവേ പെടുന്നനെ എന്തോ ഓർത്തുകൊണ്ടവൻ വേഗം തന്നെ തൻ്റെ ഫോൺ എടുത്ത് ഗാലറി തുറന്നു. അതിൽ കുറച്ചു മുന്നേ എടുത്തു വെച്ച പാറുവിൻ്റെ പിക്ക് അവൻ യാന്ത്രികമായി എടുത്തു നോക്കി. താങ്ക് യു ശ്രീ. നിന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മോൾ ഒത്തിരി സന്തോഷത്തിലാണ്. എനിക്കും നല്ലൊരു ഫ്രണ്ടിനെയും കിട്ടിയല്ലോ. നിനക്കരികിൽ എൻ്റെ മോൾ എന്നും സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അധികം വൈകാതെ തന്നെ നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും ശ്രീ. എൻ്റെ മകൾക്ക് നല്ലൊരു അമ്മയായി, എനിക്ക് നല്ലൊരു ഫ്രണ്ടായി. ഫോട്ടോയിൽ നോക്കി അത്രയും പറഞ്ഞുകൊണ്ടവൻ ഫോൺ തിരികെ വെച്ച് പല തീരുമാനങ്ങളും എടുത്തുകൊണ്ട് പതിയെ കണ്ണുകൾ അടച്ച് കിടന്നു. ഇതേ സമയം ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം മാധവൻ്റെ മുറിയിൽ ചെന്ന് മീനുമോളെ വിളിച്ചതും സംസാരിച്ചതുമൊക്കെ കൊച്ചു കുട്ടികളെപ്പോലെ ആക്ഷൻ കാണിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് പാറു. അവളുടെ ആ നിഷ്കളങ്കമായ സംസാരം നോക്കി ചിരിയോടെ ഇരിക്കുകയാണ് മാധവൻ. അച്ഛേ, എന്താണെന്നറിയില്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ മീനുമോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തോ ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ തോന്നിപ്പോവുക. മാത്രമല്ല മീനുമോളുടെ അച്ഛൻ എന്നോട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചതും. ഫ്രണ്ടാവാം എന്നൊക്കെ പറഞ്ഞു അച്ഛേ. സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം ചെറു പുഞ്ചിരിയോടെ പാറു പറഞ്ഞു. ഇപ്പോഴാ ഈ അച്ഛയ്ക്ക് സന്തോഷമായത് മോളെ. എൻ്റെ മോൾക്ക് ഈ ബന്ധം സന്തോഷം തരില്ലേ എന്ന ആദ്യം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ അതില്ല. എൻ്റെ മോൾ അവിടെ സുരക്ഷിതയും സന്തോഷവതിയുമായിരിക്കുമെന്ന് അച്ഛയ്ക്ക് പൂർണ്ണമായും ഉറപ്പായി. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവൻ പറഞ്ഞു. പിന്നെയും ആ അച്ഛനും മകളും ഓരോന്നും സംസാരിച്ചിരുന്നു.
ഒടുക്കം ശോഭ മുറിയിൽ വന്നപ്പോൾ പാറു പതിയെ എഴുന്നേറ്റ് അവളുടെ മുറിയിൽ ചെന്നു. മുറിയിലെത്തിയപ്പോൾ തന്നെ പാറു നേരെ പോയത് ജിത്തുവിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലായിരുന്നു. എന്നും അന്നന്ന് നടന്ന കാര്യങ്ങൾ അവൾ ആ ഫോട്ടോയിൽ നോക്കി പറയാറുണ്ടായിരുന്നു. ഇടയ്ക്ക് സങ്കടം സഹിക്കാനാവാതെ അതിനു മുന്നിലിരുന്നായിരിക്കും അവൾ കരയുക. ഇനി ജിത്തു ആരാണെന്നറിയാം. പാറുവിൻ്റെ കൂടെ കുഞ്ഞുനാൾ മുതലേ എന്തിനും ഏതിനും കൂടെയുള്ളവനാണ് ജിത്തു. ലക്ഷ്മി ഭവനം, പാറുവിൻ്റെ വീടിനടുത്ത് ഉള്ള ഒരു അനാഥാലയത്തിലാണ് ജിത്തു പഠിച്ചതും വളർന്നതുമൊക്കെ. പാറു പഠിച്ച സ്കൂളിൽ തന്നെ അവളേക്കാൾ 4 വയസ്സിൻ്റെ മൂത്തതായി ജിത്തുവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ പരിചയപ്പെടുന്നതൊക്കെ. സൂര്യയുടെ കുത്തുവാക്കിൽ നിന്നും കളിയാക്കലിൽ നിന്നുമൊക്കെ അവളെ ചേർത്ത് പിടിച്ചത് ജിത്തു ആയിരുന്നു. അങ്ങനെ അവന് വലിയൊരു കമ്പനിയിൽ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പാറുവിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവുമായി ലക്ഷ്മി ഭവനത്തിൽ മാധവൻ്റെ അരികിലേക്ക് അവൻ വന്നു. അവനെപ്പറ്റി നന്നായി അറിയാവുന്നതുകൊണ്ടും പാറുവിന് എതിർപ്പില്ലാത്തതുകൊണ്ടും മാധവനും മനസ്സില്ലാ മനസ്സോടെ ശോഭയും ദേഷ്യത്തിൽ സൂര്യയും ആ ബന്ധത്തിന് സമ്മതം മൂളി. പാറുവിന് അവനെ ഭർത്താവായി കാണാനുള്ള ഒരു ഇഷ്ടമൊന്നുമില്ലെങ്കിലും അച്ചയുടെ സന്തോഷവും ജിത്തുവിൻ്റെ പ്രണയം നിറഞ്ഞ മുഖവുമൊക്കെ ഓർത്തപ്പോൾ അവൾ സമ്മതം മൂളുകയായിരുന്നു. അങ്ങനെ അവളും അവനെ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു തുടങ്ങി. പക്ഷേ വിധിയുടെ വിളയാട്ടത്താൽ എൻഗേജ്മെൻറ്റിനായി പാറുവിന് മോതിരം വാങ്ങി വരുന്ന വഴിയിൽ ബൈക്ക് ആക്സിഡൻറ്റിലൂടെ ജിത്തു ലോകത്തോട് വിട പറഞ്ഞു. അന്നു മുതലാണ് പാറു ഇങ്ങനെ ആരോടും മിണ്ടാതെയും പുറത്തിറങ്ങാതെയും ഒക്കെ ആയത്. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടവൾ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നു. ശേഷം കയ്യിലെ ഫോൺ ആ ഫോട്ടോയ്ക്ക് നേരെ നീട്ടി. അതിൽ ഒരു റെഡ് ഷർട്ട് അണിഞ്ഞ് പുഞ്ചിരിയുമായി നിൽക്കുന്ന വ്യാസും അവൻ്റെ കയ്യിൽ അതേ കളറിലുള്ള ഫ്രോക്കും അണിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന മീനൂട്ടിയുടെയും ചിത്രമായിരുന്നു. ജിത്തുവേട്ടാ, എന്താ പറയുക, ഞാനിന്ന് ഒത്തിരി സന്തോഷത്തിലാണ്. എനിക്കിന്നൊരു മോളെ കിട്ടി, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. ഏട്ടനറിയോ, ഇപ്പോൾ പോലും അവിടെ ഒന്ന് എത്തിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ കുറുമ്പി പെണ്ണെൻ്റെ ഹൃദയത്തിലേക്കാണ് ഇടിച്ചു കയറി വന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് പോയാലും ഒരിക്കലും ഞാൻ ഏട്ടനെ മറക്കില്ല. ഞാൻ കാരണമല്ലേ ഏട്ടൻ്റെ ജീവൻ പോലും നഷ്ടമായത്. എന്നോട് പൊറുക്കണേ ജിത്തുവേട്ടാ. കരഞ്ഞുകൊണ്ടവൾ ഫോട്ടോ നോക്കി പറയുമ്പോൾ ആ ഫോട്ടോ ഒന്ന് തിളങ്ങി. പക്ഷെ അത് കാണാതെ പാറു നേരെ ബെഡിൽ പോയി കിടന്നിരുന്നു. ഇതേ സമയം രാത്രി 12 മണിയായപ്പോൾ സേവ് ചെയ്തു വെച്ച വ്യാസിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു സൂര്യ. ഹായ് എന്ന് അയച്ചതിന് ശേഷം അവൻ കാണട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടവൾ തൻ്റെ ഒരു സെക്സി ലുക്കിലുള്ള ഫോട്ടോ എടുത്ത് DPയും വെച്ചിരുന്നു. ഇതേ സമയം ഫോണിലെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ട വ്യാസ് ബെഡിൽ നിന്നും ഫോൺ എത്തിപ്പിടിച്ചെടുത്ത് നോക്കിയപ്പോഴാണ് അറിയാത്ത നമ്പറിൽ നിന്നും മെസ്സേജ് കണ്ടത്. അത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി. വേഗം തന്നെ മെസ്സേജ് ഓപ്പണാക്കി അവൻ DP നോക്കിയപ്പോൾ കാണുന്നത് മാറും വയറുമൊക്കെ അനാവൃതമായ രീതിയിലുള്ള ഒരു സാരി ഉടുത്ത് ഫുൾ മേക്കപ്പിൽ നിൽക്കുന്ന സൂര്യയുടെ ഫോട്ടോ ആണ്. അത് കണ്ടപ്പോഴാണ് അവൻ ഇന്ന് അവിടെ പോയപ്പോഴുള്ള അവളുടെ നോട്ടമൊക്കെ ഓർമ്മ വന്നത്. ഇപ്പോൾ ഇതും കൂടി ആയപ്പോൾ അവൻ അപ്പോൾ തന്നെ കലിപ്പിൽ അവളെ നമ്പർ ബ്ലോക്ക് ചെയ്തു നെറ്റ് ഓഫാക്കി മോളെയും കെട്ടിപ്പിടിച്ച് കിടന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തുകൊണ്ടോ ചുണ്ടും കൂർപ്പിച്ച് വീർത്ത കവിളുകളോടെ ഇരിക്കുന്ന പാറുവിൻ്റെ മുഖമായിരുന്നു. അത് ഓർത്തപ്പോൾ അവൻ്റെ അധരങ്ങളിൽ മനോഹരമായ പുഞ്ചിരി വിടർന്നു. ഇതേ സമയം അത് അറിഞ്ഞെന്ന പോലെ ഉറക്കിനിടയിലും പാറുവിൻ്റെ അധരം പുഞ്ചിരി തൂകുന്നുണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത മുറിയിൽ വ്യാസ് നമ്പർ ബ്ലോക്ക് ചെയ്തതിൻ്റെ ദേഷ്യത്തിൽ ഫോൺ നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് അലറുകയായിരുന്നു സൂര്യ.